ഹലോ കൂട്ടുകാരെ, ഇന്നൊരു സ്പെഷ്യൽ റെസിപ്പി വീഡിയോ ആയാലോ. ആപ്പിൾ അച്ചാർ. അതിനായി കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് പച്ചമുളക് കിട്ടാത്ത കാരണം നമ്മൾ ഉണ്ടമുളക് എടുത്തു. ഒരു പാൻ അടുപ്പത്ത് വെക്കുക. ചൂടായതിന് ശേഷം ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കൊരു പാത്രത്തിൽ ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, ഉലുവ ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കായം. എന്നിട്ട് നമുക്ക് ചൂടായ എണ്ണയിലോട്ട് കടുക് ഇട്ട് കൊടുക്കുക. അത് പൊട്ടിയതിന് ശേഷം നമ്മൾ ഈ ഇഞ്ചി, വെളുത്തുള്ളി, മുളക് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് വഴറ്റുക. അതൊന്ന് നന്നായിട്ട് വഴണ്ടതിന് ശേഷം നമ്മൾ ഈ പൊടികളെല്ലാം കൂടെ അതിൻ്റെ അകത്തോട്ട് ചേർത്ത് അടുപ്പത്തുനിന്ന് മാറ്റി വെച്ച് വേണം ഇളക്കാൻ, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. അത് നന്നായിട്ടൊന്ന് മൂത്ത് അതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറണ വരെ അതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. അതിനുശേഷം നമ്മൾ വൃത്തിയായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന നമ്മൾ പച്ച ആപ്പിൾ എടുത്തേക്കുന്ന ആ ആപ്പിൾ അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഒട്ടും വെള്ളം ഉണ്ടാകാൻ പാടില്ല ആപ്പിളിൽ. വെള്ളം ഉണ്ടായാൽ പെട്ടെന്ന് ചീത്തയായിപ്പോവും. കാരണം ഒട്ടും വെള്ളമില്ലാതെ ആപ്പിൾ എടുക്കുക. എന്നിട്ട് നമ്മളത് നന്നായി യോജിപ്പിച്ച് കൊടുക്കുക. എല്ലാ ആപ്പിളിലും എല്ലാ മസാലയും പറ്റുന്ന രീതിയിൽ യോജിപ്പിക്കുക. ഉപ്പ് നേരത്തെ ഇടണ്ടായിരുന്നു, നമ്മൾ മറന്നു പോയതാണ് ഗൈസ്. ഉപ്പ് ആവശ്യത്തിന് ഇടുക. അധികം നേരം വേവിക്കുകയൊന്നും വേണ്ട, അല്ലാതെ തന്നെ റെഡിയാവും. അതിൻ്റെ അകത്തോട്ട് കുറച്ച് വിനാഗിരി ഒഴിച്ച് എടുക്കുക. സൂപ്പർ അച്ചാറാണ് ഗൈസ്, സൂപ്പർ. കറക്റ്റ് മാങ്ങ അച്ചാറിൻ്റെ അതേ ടേസ്റ്റാണ്, നമുക്കൊരു വ്യത്യാസവും തോന്നില്ല. നല്ല ടേസ്റ്റുണ്ട്. എല്ലാവരും മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഐറ്റമാണ്. നമ്മൾ ഈയിടെയാണ് കേട്ടത്, പക്ഷേ സൂപ്പർ ആയിരുന്നു.